ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24-ാമത്തെ അധ്യായം, അതിൻ്റെ 45 മുതൽ 52 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. വിശ്വസ്തനായ ഭൃത്യൻ, കാര്യസ്ഥൻ എങ്ങനെ ആയിരിക്കണം എന്ന് ഈശോ ചോദ്യം ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യുകയാണ്. ഒരു യജമാനൻ തൻ്റെ ഭവനത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഏറ്റവും വിശ്വസ്തനായ ഒരുവനെ ഭവനത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു. അവൻ വിശ്വസ്തനാണ് എന്ന് തെളിയിക്കുന്നത് യജമാനൻ മടങ്ങി വരുമ്പോൾ തൻ്റെ സഹഭൃത്യരോട് സ്നേഹപൂർവ്വം വർദ്ധിക്കുന്ന, ഉത്തരവാദിത്വ ബോധത്തോടെ വർദ്ധിക്കുന്ന, അവർ ഒക്കെ അവരുടെ കടമകൾ കൃത്യമായി നിറവേറ്റി എന്ന് ഉറപ്പാക്കുന്ന, ആരോടും ശാസനയോ ഭീഷണിയോ മുഴക്കാതെ, ആരെയും മാറ്റി നിർത്താതെ, ആരെയും മർദ്ദിച്ച് അവസരാക്കാതെ തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ജാഗ്രതയോടെ ചെയ്യുമ്പോൾ അവൻ ഏറെ ശ്രദ്ധേയനായിട്ട് മാറുകയാണ് യജമാനൻ്റെ മുമ്പിൽ. തൻ്റെ സർവ്വസ്വത്തുക്കളുടെയും ഉത്തരവാദിത്വം യജമാനൻ അവനെ ഏൽപ്പിക്കുമെന്ന് കൂടെ യേശു പറഞ്ഞു വയ്ക്കുകയാണ്. ഈ വിശ്വസ്തതയുടെ മേഖലയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കേണ്ടത്. ഞാനും നിങ്ങളുമൊക്കെ കർത്താവിനാൽ ഭരമേൽപ്പിക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ്. നമുക്ക് നിയോഗിക്കപ്പെട്ട ഒരു ഇടമുണ്ട്. അത് ഇടവകയാകാം, കുടുംബമാകാം, സംഘടനകളാകാം, പ്രസ്ഥാനങ്ങളാകാം, കുടുംബ കൂട്ടായ്മകളുടെ വേദികളാകാം, ഭക്തസംഘടനകൾ, സമുദായ സംഘടനകൾ, അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ, ക്ലബ്ബുകൾ, എന്തുമാകട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളെ ഭരമേൽപ്പിച്ച ജോലി കൃത്യതയോടെ നിറവേറ്റുക എന്നുള്ളതാണ്. ഇതെങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പൊക്കോളും എന്ന് വിചാരിച്ച് ഉഴപ്പി ഉത്തരവാദിത്വം നിറവേറ്റുന്ന ഭാരവാഹികൾ പല സംഘടനകൾക്കുണ്ട്. എന്നാൽ ഞാനൊരു ഭരണ ചക്രത്തിൻ്റെ അധിപനായിട്ട് നിയോഗിക്കപ്പെടുമ്പോൾ ആരെയും വേദനിപ്പിക്കാതെയും കുറ്റപ്പെടുത്താതെയും അവരുടെ കഴിവുകൾ 100% അർപ്പണബോധത്തോടെ നൽകുമെന്ന്, ലഭിക്കുമെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം നിറവേറ്റുക. വീഴ്ചകൾ വരാതെ, കുറവുകൾ വരാതെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഇതാണ് വിശ്വസ്തനായ ഒരു ഭൃത്യനിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ ബോധവാന്മാരും ബോധവതികളുമാകണം. ഒരു അധ്യാപകൻ തൻ്റെ ക്ലാസ്സിൽ കുട്ടികളോട് പെരുമാറുന്നത് അവരിൽ നിന്ന് ഏറ്റവും നല്ല റിസൾട്ട് കൊയ്തെടുക്കാനുള്ള അഭിവാഞ്ചയോടെയാകണം. ഒരു വൈദികൻ ഇടവകയിൽ പ്രവർത്തിക്കുന്നത് തൻ്റെ ഇടവകയിലുള്ള കുടുംബങ്ങളെല്ലാം ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ വേദനകളിലും ദുഃഖങ്ങളിലും അവരോട് ചേർന്ന് നിന്ന് ഇടവകയെ നന്മയുടെ, ആത്മീയതയുടെ, ദൈവാനുഗ്രഹത്തിൻ്റെ വഴിയിലൂടെ നയിക്കുമ്പോഴാണ്. സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർ അങ്ങനെയാവണം. കുടുംബ കൂട്ടായ്മകൾക്ക് നേതൃത്വം നൽകുന്നവർ അങ്ങനെയാകണം. നമുക്ക് നിയോഗിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യതയോടെ നിറവേറ്റി ഈശോയ്ക്ക് സ്വീകാര്യരായ മക്കളായിട്ട് തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവെ, അങ്ങ് തന്ന ഒരു ഉറപ്പുണ്ടല്ലോ, അങ്ങ് തന്നൊരു വാഗ്ദാനമുണ്ടല്ലോ. യജമാനൻ വരുമ്പോൾ ഭൃത്യന്മാർ കൃത്യതയോടെ ജോലികൾ നിറവേറ്റുന്നതായിട്ട് കാണുമ്പോൾ തൻ്റെ സ്വത്തിൻ്റെ ഉത്തരവാദിത്വമെല്ലാം അവനെ ഏൽപ്പിക്കും. അവൻ അംഗീകാരം കൊടുക്കുന്നു, അംഗീകാര മുദ്ര കൊടുക്കുന്നു. അവനെ ഉത്തരവാദിത്വത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് ഉയർത്തുവാൻ യജമാനൻ തയ്യാറാകുന്നു. ഒരുപക്ഷെ നമ്മളെയും അങ്ങനെയൊരു ദിവസം, അങ്ങനെയൊരു പ്രതീക്ഷ കാത്തിരിപ്പുണ്ട് എന്ന് നമുക്ക് മറക്കാതിരിക്കാം. എല്ലാം ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്തുകൊണ്ട് നന്മയുടെ പ്രവാചകരായി തീരാൻ നമുക്ക് ഒരുമിച്ച് അണിനിരക്കാം. വിശ്വസ്തരായ കാര്യസ്ഥർക്ക് നൽകപ്പെട്ട ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നല്ല ദൈവമേ എന്നിൽ ചൊരിഞ്ഞ് എന്നെ വഴി നടത്തണമേ. എൻ്റെ ഉത്തരവാദിത്വങ്ങൾ കൂടുതൽ ഭവ്യതയോടെ, ഭക്തിയോടെ, ഉത്തരവാദിത്വബോധത്തോടെ നിറവേറ്റാൻ കരുത്ത് തരണമേ എന്ന പ്രാർത്ഥന ഈശോയുടെ മുമ്പിൽ നമുക്ക് ഉയർത്താം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമതവിടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും